സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു പന്തളം രാജകുടുംബം. വഴിപാടായി വിജയ് മല്യ സമർപ്പിച്ച സ്വർണം എങ്ങനെ ചെമ്പായി മാറി എന്നതിൽ അന്വേഷണം വേണമെന്നതാണ് ആവശ്യം. AV ജയശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട്. ജയശങ്കർ, ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം 98-ൽ വിജയ് മല്യ സ്വർണം പൂശിയ ഈ തങ്കക്കവാടം, സ്വർണ്ണ കവാടം, അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ, ഇതിനൊക്കെ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലുള്ള സംശയമാണ്. എന്താണ് പന്തളം കൊട്ടാരം ഈ കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്? അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര അന്വേഷണമാണ് പന്തളം രാജകുടുംബം നിലവിൽ ആവശ്യപ്പെടുന്നത്. ഈ 1997-ൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയും 99-ൽ വിജയ് മല്യ ശബരിമലയിൽ വഴിപാടായി സമർപ്പിച്ച സ്വർണ്ണപ്പാളികൾ എങ്ങനെ 2019-ൽ അത് സ്വർണ്ണമല്ലാതായി എന്നതാണ് പന്തളം രാജകുടുംബം സംശയം പ്രകടിപ്പിക്കുന്ന. ഈ വിഷയത്തിൽ അന്വേഷണം വേണം. ഒപ്പം തന്നെ ഈ സ്പോൺസർമാരായി വരുന്ന ആളുകൾക്ക് അത് ചെയ്യാനുള്ള കഴിവും സാമ്പത്തികമുണ്ടോ എന്നതും അന്വേഷിക്കണം. 2019-ൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നത് ഭക്തരെ വിഷമിക്കുന്നു. ഇക്കാര്യങ്ങൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരെ സർക്കാർ കണ്ടെത്തണം. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ തക്കതായ നടപടി വേണം എന്നും കമ്പനി ഈ രാജകുടുംബം പറയുന്നുണ്ട്. ഒപ്പം തന്നെ 2019-ൽ ഈ കമ്പനി എത്ര കനത്തിലാണ് സ്വർണം പൂശിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ആ 2019-ലെ ഈ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് രാജകുടുംബം ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്താൽ ഈ സംഭവങ്ങളുടെ എല്ലാം തന്നെ സത്യാവസ്ഥ പുറത്തു വരുമെന്നും പന്തളം രാജകുടുംബം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 2019-ന് മുമ്പ് തന്നെ ഈ അന്ന് വിജയ് മല്യ ക്ഷേത്രത്തിൽ സമർപ്പിച്ച ഇതിന്റെ സ്വർണ്ണപ്പാളികളുടെ ഉൾപ്പെടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും പന്തളം രാജകുടുംബത്തിന് വേണ്ടി കൊട്ടാരം നിർവാഹക സംഘം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. സെക്രട്ടറി MR സുരേഷ് വർമ്മയാണ് ഇതുമായി ബന്ധപ്പെട്ട് പന്തളം രാജകുടുംബത്തിന്റെ ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പ് നിലവിൽ പുറത്തിറക്കിയിരിക്കുന്നത്. രാജകുടുംബം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമഗ്രമായൊരു അന്വേഷണം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഇതിലെ ഈ ഇടപാടുകളൊക്കെ തന്നെ, ഈ വലിയ വിവാദങ്ങളൊക്കെ തന്നെ രാജകുടുംബത്തെയും ഒപ്പം തന്നെ ശബരിമല അയ്യപ്പ ഭക്തരെയും വലിയ തോതിൽ ആശങ്കയിലാക്കിയിരിക്കുന്നു. ഭക്തർക്ക് വലിയ വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇത്തരം വിവാദങ്ങൾ പോകുന്നതെന്നാണ് പന്തളം രാജകുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ പന്തളം രാജകുടുംബം, അയ്യപ്പന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന പന്തളം രാജകുടുംബം ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. പന്തളം രാജകുടുംബത്തിന് കടുത്ത അതൃപ്തി ഈ വിവാദങ്ങളിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാർത്താക്കുറിപ്പിൽ ഉൾപ്പെടെ അക്കാര്യങ്ങൾ വ്യക്തമാണ്. വായിക്കാം. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകുന്നത്. ശബരിമലയിൽ ദ്വാരപാലക വിഗ്രഹത്തിൽ 1998-ൽ വിജയ് മല്യ വഴിപാടായി സമർപ്പിച്ച സ്വർണ്ണപ്പാളികൾ 2019-ൽ സ്വർണ്ണമല്ലാണ്ടായത് എങ്ങനെയാണെന്ന സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകണം. അതുപോലെ തന്നെ സ്പോൺസർമാരായി വരുന്നവർക്ക് ആ പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവും സാമ്പത്തികവും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇതുപോലുള്ള പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുന്നതിന് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ 2019-ൽ ഉണ്ടായില്ല എന്നുള്ളത് ഭക്തജനങ്ങളെ വിഷമിപ്പിക്കുന്നതും പേടിപ്പെടുത്തുന്നതുമാണ്. അന്നത്തെ നടപടിക്രമങ്ങൾ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്ത് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ ആരായാലും അത് കണ്ടെത്തുകയും ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവോ അവരെയെല്ലാം കണ്ടുപിടിച്ച് ഭക്തജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്. മറ്റൊന്ന്, 2019-ൽ മദ്രാസിലെ കമ്പനിയിൽ എത്തിച്ച പാളികൾ ആ കമ്പനി സ്വർണം പൂശി തിരികെ കൊണ്ടുവന്നതിന് ശേഷം 6 വർഷം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും കറുത്തുപോയി, നിറം മങ്ങി എന്ന് പറയുമ്പോൾ 2019-ൽ ആ കമ്പനി എത്ര കനത്തിലാണ് അന്ന് സ്വർണം പൂശിയത് എന്നുകൂടി പരിശോധിക്കണം. അവർ അത് പറയണം. ഇന്ന് പ്രതിപ്പട്ടികയിൽ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്താൽ ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ അറിയാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ 2019-ന് മുമ്പ് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കണം എന്നാവശ്യപ്പെടുന്ന പന്തളം കൊട്ടാരം നിർവാഹക സംഘത്തിൻ്റെ ഒരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ AV ജയശങ്കർ നമ്മളുമായി പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.